എല്ലാവർക്കും നമസ്കാരം. ഡച്ചിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ലൊക്കേഷനൊക്കെ എങ്ങനെ അടിപൊളിയല്ലേ? നമ്മുടെ പാടത്തിൻ്റെ വീട് ഇരിക്കുന്ന എൻ്റെ തൊട്ട് താഴെ പാടത്തിൻ്റെ സൈഡിലിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ഇന്ന് നമ്മൾ റെസിപ്പി പറഞ്ഞ് തന്നെ നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഭയങ്കര അഭിപ്രായം കിട്ടിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ അനന്തുമാണ് കേട്ടോ. അതേ അനന്ത് നമ്മുടെ കൂടെ ഉണ്ട്. അനന്തിൻ്റെ റെസിപ്പികൾ വെച്ച് കുറേ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനന്ത് ഭയങ്കര ഫാനായിപ്പോയി തോന്നുന്നു അനന്തിന്. എന്നെ പറഞ്ഞപ്പോൾ അനന്ത് എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് റെസിപ്പി ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അനന്തിനെ കൊണ്ടുവന്നാണ്. അപ്പോൾ അനന്തു ഇതേടെ ബീട്രൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. തൈരുണ്ട്, പിന്നെ ബീട്രൂട്ട്, പച്ചമുളക്, പിന്നെ കടുക്, ഉപ്പ്, തേങ്ങ. ഒരു തേങ്ങയുടെ ആവശ്യമുണ്ടോ? നമുക്ക് ഒരു മുറി മതി. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇപ്പോൾ എത്ര പേർക്കുള്ള നമ്മൾ എടുക്കാൻ വേണ്ടി പോകണം? നമ്മളൊരു വീട്ടിലൊരു 4 പേർക്ക് 3 പേർക്ക് അല്ലേ? 3 പേർക്ക് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനുള്ള ഇതിലാണ് നമ്മൾ അളവിൽ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റിൽ എന്താ ചെയ്യാൻ വേണ്ടി പോണേ? നമ്മൾ ഫസ്റ്റിൽ തൊണ്ട് കളഞ്ഞിട്ട് നമ്മളിതിൽ ചരിഞ്ഞെടുക്കണം. ഇത് 2 എടുക്കണല്ലേ? 2 എടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് ഇത്ര ആവശ്യമില്ല. തേങ്ങ നമുക്ക് ഉടച്ചിട്ട് എടുത്തേക്കണം. അതിൻ്റെ പകുതി മതി അല്ലേ? തേങ്ങ ഉടച്ചിട്ട് പകുതി മതി. ഒരു മുറി മതി, അരമുറി മതി അല്ലേ? സോറി, അരമുറി തേങ്ങ മതി. പിന്നെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കണം പച്ചമുളക്, ബാക്കി കാര്യങ്ങളെല്ലാം. പിന്നെ നോർമലോ കടുക് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? കടുക് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് കടുക് ചേർക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുടെ ഒരുപാട് ഇൻഗ്രീഡിയൻസിന് ആവശ്യമില്ല അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. തൊണ്ട് കളഞ്ഞ് അരിഞ്ഞെടുക്കണം. ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ? കത്തി ഓർമ്മ എടുത്തുള്ളൂ അല്ലേ? ഞാനിവിടെ കൂടായിരുന്നു. അതൊരു പണിയേ. എന്നാൽ നീ തൊണ്ടുകളയാണോ? തൊണ്ടുകള. എന്നാൽ ഒരു പണി ഞാൻ തേങ്ങ പൊട്ടിച്ചിട്ട് അരമുറി എടുത്താൽ മതി അല്ലേ? അരമുറി എടുത്തിട്ട് തേങ്ങ ഉടച്ച് തന്നുവിടാം. പൊട്ടിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. തേങ്ങയുടെ വെള്ളം കളയും. തേങ്ങയുടെ വെള്ളം എനിക്ക് വേണം കേട്ടോ. തേങ്ങയുടെ വെള്ളം എനിക്ക് വേണം. കണ്ടോ? ഷട്ടേ കൂടെ ഈ കൂടെ വേണമെന്നെങ്കിലും ചോദിക്കേണ്ടതല്ലോ. എടാ, എന്നാൽ നിനക്ക് പറയാൻ പാടില്ല. നിനക്ക് ചെറിയ ക്ലൂ തരാൻ പാടില്ലായിരുന്നു. ഇപ്പം എന്നാലും പറ്റി നീ ഇപ്പം അടുത്ത പ്രാവശ്യം പൊട്ടിക്കുമ്പോൾ തരാട്ടാ. ഈ ഒരു മുറി ചണ്ടിട്ട് വന്നാൽ മതി. ആയിക്കോട്ടെ. ഞാൻ ചെല്ലി കൂടെ നീ എടുത്ത്. എടാ അനന്തു, നീ അരക്കാനാണ് എന്നോട് പറഞ്ഞാൽ തേങ്ങ ഇട്ടുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ശരിയാറില്ല. തേങ്ങ ജസ്റ്റ് ചതച്ചിട്ടുണ്ട്. ഇത് മതി. വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞേ. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് അരക്കണം. അപ്പോൾ മറ്റേ ഒരു ഇത് ഒരുമിച്ച് അരച്ച് കഴിഞ്ഞാൽ കടുകിൻ്റെ അങ്ങോട്ട് കയ്പ് വന്നു. അതുകൊണ്ടാണ് അരക്കേണ്ടത് ആദ്യം പറഞ്ഞേ. 2 പച്ചമുളകും കൂടി ഇട്ട് അരക്കാം. ഇത് എന്നാടാ ഇതൊക്കെ എത്ര സെറ്റ് ചെയ്ത് വെച്ചടാ? അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. ഇത് കിടുവായിട്ടാണല്ലോ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. എടാ, ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിക്കണം അതിനകത്ത്? വെള്ളം ഒഴിച്ചേക്കാൻ വേണ്ടി. വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിച്ചാൽ ആവശ്യം വെള്ളം ഒഴിച്ച് തന്നിട്ട് ഞാൻ അരച്ചുകൊണ്ട് വരാം. മതിയോ? ഇത് നല്ല കുഴമ്പ് രീതിയിൽ അരച്ചുകൊണ്ട് മതി. ഞാൻ ചോദിക്കട്ടെ, മുളക് മതിയോ? അപ്പോൾ മുളക് നമ്മൾ ഇനി ഇത് കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് വരട്ടാൻ നേരത്ത് അതുകൊണ്ടാണ് ഈ ഒരുപാട് ഇട്ടേക്കണേ അല്ലേ? അതുകൊണ്ട് 2 മുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് മതിയല്ലേ? ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ടിരണം. ഓക്കെ, ഞാൻ അരച്ചുകൊണ്ട് വരാം. വേഗം പോയിട്ട് കണ്ടോ കേട്ടോ. ഇവിടെ വേഗം പോയിട്ട് വരണം. ഇവിടെ ഞാൻ അവിടെ വരെ പോയിട്ട് വരണ്ടേ? അതെ, അരച്ചിട്ടുണ്ട്. അത് പറയുന്നത് നോക്കിക്കണം. അപ്പോൾ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് ലാസ്റ്റ് ആവശ്യമുള്ളൂ. ഇപ്പോൾ ആവശ്യമില്ല. നന്നായിട്ട് മാറ്റി വയ്ക്കാം അല്ലേ? അടച്ച് നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം. ഫസ്റ്റ് ചെയ്യാൻ ഗ്യാസ് കത്തിക്കാം. സ്റ്റവ് കൂടെ ഓണാക്കിയായിരുന്നോടാ? അതുപോലെ മറ്റേ വെച്ച് കാറ്റ് പിടിക്കും. മിക്കവാറും കാറ്റ് പിടിക്കും. കാറ്റാണോ? ഇത് ഞാൻ വേറെ കാര്യം നിന്നോട് ചോദിക്കാൻ പറ്റില്ല. ഉരുളി എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഒപ്പിച്ചാൽ. എനിക്ക് മീശ ഇല്ലാത്തതാണ്. ഞാൻ മീശവാദമാണ് ഞാൻ കണക്കൂട്ടണല്ലോ. മീശ ഇല്ലാത്തതുകൊണ്ട്. സത്യത്തിൽ ഇത് എവിടെ നിന്ന് വീട്ടിലിരിപ്പുണ്ടായിരുന്നോ? വീട്ടിലുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ചോദിച്ചത്. തരുന്നില്ല. ഇത്ര കുഞ്ഞു ഉരുളി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. വീട്ടിലുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്ത് കുറച്ചുകൂടെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം കാണും. നമ്മളന്ന് 2-3 അങ്ങനെ ഉണ്ടാക്കിയിട്ട് 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഓട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അല്ലായിരുന്നു കേട്ടോ. മറ്റേ കൂട്ടി ഉള്ളിൽ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അന്നേരം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പറയുകയും ചെയ്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂട്ടുരുളി ആകുമ്പോൾ ചൂടാക്കി നല്ല ചൂടായിരിക്കും. ശരി, ഞാൻ ഉണ്ടായിരിക്കണേ? അല്ലല്ലോ. അല്ലല്ല, തുണി എടുത്തോണ്ട് വന്നില്ലായിരുന്നുണ്ടായി. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ആവശ്യം നോക്കിയിട്ട് ഇട്ടാൽ മതി അല്ലേ?
കടുക് പൊട്ടിക്കാനുള്ള കിടക്കുന്നല്ല ആ ഉദ്ദേശമല്ലേ ഇട്ടേക്കണേ അല്ലേ? ആ ഉദ്ദേശിച്ചു അതെ ഇട്ടേക്കണം. രണ്ട് എത്ര മുളക് വേണം? ഒരു 3 വറ്റൽമുളക് കൊടുക്കാം. കൈ മൊത്തം ഇതായില്ലോടാ. കൈ മൊത്തം ചുവന്ന അതിന് പറയും എൻ്റെ കയ്യിൽ മൊത്തം പറ്റിയാട്ടാന്ന് പറഞ്ഞ് ഇതിനും പറയുമോ? വീട്ടുകൂട്ടായിട്ട് നോക്കൂ നോക്കോളൂ. എന്നുവെച്ചാൽ മുഖത്ത് കഴിക്കുകയാണെങ്കിൽ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകുന്ന അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. എന്താ വെച്ചാൽ നോക്കിയിട്ടുണ്ടോ? അതെച്ചാ ഇത്ര ഞൊപ്പ് വേണ്ടല്ലോ. അങ്ങനെ എന്നാട്ടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ടല്ലേ? കടുക് പൊട്ടി തുടങ്ങും. കടുക് പൊട്ടി ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുളക് കൊടുത്തിട്ട് കരിക്കും. 2 കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെന്നാ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പഠിക്കുന്ന തീ കൊടുത്താൽ അവസ്ഥയായി പോയല്ലോ. തീ കൂടുതലാണല്ലോടാ. അത് കരിവേപ്പില പച്ചയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഇട്ട് വരട്ടിയെടുക്കാം. മൂടി വയ്ക്കാൻ പാത്രം എടുക്കണമായിരുന്നോ? മൂടി വയ്ക്കാൻ അത് ജസ്റ്റ് വരണ്ട് വരുമ്പോഴേക്കും എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? നന്നായിട്ട് ഇളക്കി കൊടുക്കും. എണ്ണ കുറച്ചുകൂടെ വേണോ? ഉണ്ടല്ലോ. വേണ്ട എണ്ണ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. കാറ്റ് പിടിക്കുന്നുണ്ട് നന്നായിട്ട്. ഈ മറ്റേ കണ്ടത്തിൻ്റെ സൈഡുകൊണ്ട് നന്നായിട്ട് കാറ്റ് പിടിക്കണ്ടേ? ഇതിപ്പോൾ ആവശ്യത്തിനുണ്ടല്ലോ നമ്മൾ അത്ര എടുത്തിട്ടുണ്ടെങ്കിലല്ലേ? ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ തൈരോട് കഴിക്കുമ്പോൾ ഇതിനകത്ത് കൊള്ളുകൂടാ? പിന്നെ ഇത് കുറച്ച് ഇതാവൂലേ? കഴിയുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങും. അത് പച്ചടിക്ക് മെയിനായിട്ട് പച്ചമുളക് ഉപയോഗിക്കാറുള്ളൂ, മുളക് പൊടി ഇടാറില്ല. മുളക് ഇങ്ങനെ മൊത്തം കീറി എടുക്കണ്ടല്ലോ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ ഇടണ പോലെ ആ രീതിയിലല്ലേ ഉദ്ദേശിച്ചത്? രണ്ടര മതിയോ? മുളക് പൊടി ഇട്ടാൽ നമ്മൾ ആദ്യം ഞാൻ പതുക്കെ ചെറിയൊരു എരിവുണ്ടാകും. 2 മുളക് എത്ര മുളക് എടുത്ത് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്? 4 മുളക് മൊത്തം ചേർത്തുണ്ട്. 4 മുളക് എടുത്തിട്ടുള്ളൂ. ബീട്രൂട്ടൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. അത് മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും അതിലാണ് ഉള്ളിലേക്ക് ശരിക്കും ചൂട് കൂടുതലുണ്ട് ഈ ഉള്ളി ആയതുകൊണ്ടല്ലേ? ഉള്ളിലാണ് ചൂട് കൂടുതലുണ്ട്. അത് നമ്മളെ കരിവേപ്പില ഇട്ട് പൊട്ടിത്തെറിച്ചത്. ഞാനോർത്ത് പണി പാളിന്നാണ് ഓർത്ത് എന്നെ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. ഉരുളിയുടെയാണെന്നുള്ളത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് മനസ്സാണ്. ഇതന്നെ കറക്റ്റ് പാകത്തിനുള്ള ഉള്ളി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു. ജസ്റ്റ് ഒന്ന് ശകലം വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് കഴിക്കണം. വെള്ളം ഒഴിക്കണ്ടോ അതിനകത്ത്? ഇനി ഒരു ശകലം വെള്ളം ഒഴിച്ചൊന്ന് കഴിക്കണം. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേഗം അത് കഴിഞ്ഞിട്ട് തൈര് ഒഴിച്ചു കൊടുക്കല്ലേ? പയ്യ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അത് മതിയില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്തില്ലായിരുന്നു നമ്മൾ. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ തൽക്കാലം കുറച്ച് ഉപ്പ് എടുത്തിട്ട് ബാക്കി ആവശ്യം നോക്കിയിട്ട് ചേർത്താൽ മതി അല്ലേ? നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഉപ്പിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഓരോരുത്തരുടെ ചിലർക്ക് ഉപ്പ് കൂടുതൽ നിൽക്കണം ഉണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഉപ്പ് പിന്നെ ചേർത്ത് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒത്തു വയ്ക്കുക അല്ലേ? ഒത്തു വെച്ചിട്ടൊന്ന് കഴിക്കുക. ബീറ്റ്റൂട്ട് വെള്ളമൊക്കെ വറ്റി വരണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് ഇറക്കണം. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പോടെ ഇട്ട് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം? അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ തൈര് ചേർത്ത് കൊടുക്കണം. സ്പൂൺ ഇരിപ്പുണ്ടോ? ആ സ്പൂൺ വേണോ? സ്പൂൺ എടുക്കാം. ആ സ്പൂൺ എടുത്തേ. ഇതിനകത്ത് ഈ വെള്ളം ചേർത്ത് കൊടുക്കണ്ടല്ലോ? ഇനി വെള്ളം ചേർത്ത് നമ്മൾ തൈര് വെച്ച് കൊടുക്കുമല്ലേ? തൈര് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. തേങ്ങ ഒക്കെ ചേർത്തുന്ന അടിപൊളി അതിൻ്റെ അടിയിൽ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശകലം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചുമ്മാ കുലുക്കിട്ട് ഒഴിച്ചാൽ മതിയല്ലേ? ചുമ്മാ മതിയല്ലേ? അതിനകത്ത് ശരിക്കും ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമുക്ക് തൈരോടെ കഴിച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഉപ്പ് നോക്കാം അല്ലേ? ആവശ്യം പാകത്തിലാണോ നോക്കിയിട്ട്. മഴ പറഞ്ഞ് മഞ്ഞെന്ന് തോന്നണം കേട്ടോ. മഴക്കാറുണ്ട്. തേങ്ങ ഒന്ന് ചൂടായിട്ട് ജസ്റ്റ് തേങ്ങയ്ക്ക് ചെറിയൊരു വേവുണ്ടല്ലായിരുന്നു? ചെറിയൊരു വേവാനായിട്ട് അല്ലേ? പച്ച തേങ്ങ ചെറുതായിട്ടൊന്ന് വേവാനായിട്ട്. അതും കൂടെ വരുമ്പോഴത്തേക്കും ടേസ്റ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അല്ലേ? അങ്ങനെ തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ട തൈരാട്ടോ ഒഴിച്ചു കൊടുത്തേക്കണേ. ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കാം. കുറച്ചുകൂടെ ഒഴിക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുക്കാമല്ലോ അല്ലേ?
അതോട് വയ്ക്കാം. തൈരിൻ്റെ നമ്മൾ അളവ് പറഞ്ഞായിരുന്നു എന്തോ തൈര് 1 ലിറ്റർ തൈരാക്കും. 1 ലിറ്റർ എടുത്തേക്കണം. ഈ തൈരൊക്കെ ചെന്നാണല്ലോ അല്ല കിടുക്കാച്ചി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം പൊളിച്ചോട്ട് തന്നെയല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല അടിപ്പും കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഇതായിട്ടുണ്ടല്ലോ എന്തോ ശരിക്കും പറഞ്ഞാലല്ലേ. നല്ലപോലെ അത്യാവശ്യം നല്ല കറി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട് 2 എണ്ണം ഉണ്ടെങ്കിലും തൈര് അനുസരിച്ച് ശാലം കൂട്ടിയാൽ മതി അല്ലേ. നമ്മുടെ തൈര് ഒരുപാട് പുളിയില്ലാത്തതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കണേ. പുളി അനുസരിച്ചാണ് തൈര് ചേർക്കേണ്ടത്. ഇനി ഇത് പതുക്കെ തിളച്ച് വേണം അല്ലേ. തിളച്ച് വേണം. അപ്പോൾ ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചൂട് നിൽക്കണോണ്ട് പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ. അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 കരിവേപ്പില ഇട്ടങ്ങ് പരിപാടി സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ഇത്ര വെള്ളം ആയിട്ടല്ലേ നിൽക്കണത് ഇതല്ലേടാ. ഇത്രയും വെള്ളം വേണം. ഒന്നുകൂടെ നിലച്ച് കൊടുത്തേക്കാം. നമുക്ക് 2 കരിവേപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുക്കാം അല്ലേ. ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആനന്ദുവിൻ്റെ ബീട്രൂട്ട് പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാൻ പാടില്ലേ. ഓഫ് ചെയ്യാം. സദ്യക്ക് കണ്ടിട്ടില്ലേ, കാരണം ഒഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്. ചെറുതായിട്ടുണ്ട്. അതാണ് ചോദിച്ചു ഇത്ര ഇങ്ങനെ അല്ലേന്ന് ചോദിച്ചു. ഇനിയിപ്പം ഇതിനകത്തിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതാവൂലേ. കുറച്ചുകൂടെ വെള്ളം വലിയും. അപ്പോൾ നമ്മളെ പച്ചടി നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എന്നാലും നല്ല അടിപൊളി സ്മെല്ല് ഒക്കെ വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ടപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കിടിലും കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്നും എടുത്തേക്കണേ ചോറാട്ടോ എടുത്തേക്കണേ. അപ്പോൾ അനന്തു നീയല്ലേ ഉണ്ടാക്കി, നീ തന്നെ എനിക്ക് കോരിട്ട് തന്നെ കുറച്ചുകൂടെ. നല്ല ചോറിലേക്ക് പച്ചടി വെച്ചപ്പോൾ അതിൻ്റെ കളറും കൂടെ വന്നപ്പോഴത്തേക്കും അടിപൊളി. പിന്നെ ഇവിടെ ഊതൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം ചുറ്റുമ്പുറം നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഊതൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഊതിൽ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ചോദിക്കാത്തുണ്ടല്ലോ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കൂടി ചേർത്തന്നോ. പിന്നെ വേറെ ചേർത്തിട്ടൊന്നുമില്ല. ചുമ്മാ പറഞ്ഞ കേട്ടോ, അടിപൊളി സംഭവം കേട്ടോ. എന്നാലും തകർത്തു. ഞാൻ പ്രതീക്ഷിച്ചല്ല. എന്നാലും സ്മെല്ല് അത്ര കളറും സ്മെല്ലൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതിലേക്ക് എടുക്കാൻ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു അഭിപ്രായം, ഇത് ഒരു ഇച്ചിരി കൂടെ ഒന്ന് ഒരു കുറുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ആവില്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് നേരം ഒന്നും എടുത്തില്ല. വളരെ സിമ്പിളായിട്ട് നല്ല കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ രീതിയിൽ പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാം അനന്തു ഈ രീതിയിൽ അനന്തുവിൻ്റെ ഈ രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും വെറൈറ്റി ടേസ്റ്റാണ്. വെറൈറ്റി ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.